നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ 10ാമത്തെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് നടത്തുന്നത്. നിങ്ങൾക്കറിയാമത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നല്ല പിന്തുണ നൽകി. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓരോ ടീമുകളുടെയും അരങ്ങേറ്റ മത്സരം, വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ ഏത് രൂപത്തിലായിരിക്കും അവരുടെ ടീം ഇറങ്ങുക, ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും, പ്ലേയിങ് 11 എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചില ടീമുകളുടേതൊക്കെ നമ്മൾ വിശകലനം ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ പോർച്ചുഗലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പ് ആവേശം നമ്മളിങ്ങനെ അങ്ങനെ ആളിച്ച് കൊണ്ടുവരികയാണ്. എവിടെയോ എന്തോ ഒരു കുറവ് പലരും പറയുന്നുണ്ട്. ആ കുറവ് നമുക്ക് ഒഴിവാക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഇന്നലെ ഇട്ട് നല്ല രൂപത്തിൽ സുഹൃത്തുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് തുടരണം. മൊത്തത്തിൽ വേൾഡ് കപ്പിൻ്റെ ആവേശം അങ്ങനെ ഇല്ലാതാവാൻ നമ്മൾ ഫുട്ബോൾ പ്രേമികൾ സമ്മതിക്കും ഇല്ലെന്നേ. നമുക്കിത് എന്തായാലും കളറാക്കണം. മറ്റ് പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കാര്യത്തിലേക്ക് വരാം. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു വേൾഡ് കപ്പ് നേടിയിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലൊരു താരം വേൾഡ് കപ്പില്ലാതെ വിരമിക്കുന്നത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുമില്ല. 41 വയസ്സുണ്ട് അദ്ദേഹത്തിന് പ്രായം. അദ്ദേഹം ഈ വേൾഡ് കപ്പിന് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ, വേൾഡ് കപ്പിൽ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ റോജർ മില്ലയ്ക്ക് ശേഷം 42 വയസ്സിലാണ് റോജർ മില്ല കളിച്ചതെങ്കിൽ 41 വയസ്സും 4 മാസവും പ്രായമുള്ളപ്പോഴായിരിക്കും അദ്ദേഹം ക്രിസ്ത്യാനോ വേൾഡ് കപ്പിന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. എന്തായാലും പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിന് DR കോങ്കോ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളാണ് എതിരാളികൾ. ആദ്യ മത്സരം ജൂൺ 17 DR കോങ്കോക്കെതിരെ, പിന്നെ ജൂൺ 23 ഹോസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ രണ്ടാമത്തെ കളി, ജൂൺ 27 മയാമിയിൽ കൊളംബിയക്കെതിരെ മൂന്നാമത്തെ കളി. ഇത് ഇന്ത്യൻ സമയം പറയുമ്പോൾ എല്ലാം തൊട്ടടുത്ത ദിവസം പുലർച്ചെയായിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ടീമുകളുടെയും വേൾഡ് കപ്പിലെ ആദ്യ മത്സരങ്ങളിലെ ഒരു പ്രോബബിൾ ലൈനപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ വേൾഡ് കപ്പിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ. ഒരു മാസത്തെ താഴെ സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് താരങ്ങളുടെ ഫോമും പരിക്കും ഒക്കെ നമ്മൾ ഈ പറയുന്നതിൽ മാറ്റമുണ്ടാക്കാം. നാളെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് സ്വാഭാവികമാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ ഇത്തവണ ക്രിസ്ത്യാനോയും സംഘവും മുത്തമിടണം എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അനവധി ആരാധകരുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോക്ക് ഇനിയൊരു വേൾഡ് കപ്പ് അവസരം ഉണ്ടാവില്ല. ലോക ഫുട്ബോളിൽ മറ്റെല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് എന്നുള്ളൊരു കിട്ടാക്കനിയായി നിൽക്കുമ്പോൾ അതത്ര സുഖമില്ല. അദ്ദേഹം ഈ വേൾഡ് കപ്പ് കൂടി നേടിയിട്ട് വിരമിക്കട്ടെ എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിന് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ്, ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഗെയിമാണല്ലോ. ഒരാളെ മാത്രം വെച്ചിട്ട് വേൾഡ് കപ്പ് എടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടീം ഗെയിമാണ്. പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് എങ്ങനെയുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റിൽ റൊണാൾഡോ അല്ലാതെ ഗോൾ അടിക്കാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉയരാനുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലെ അവരുടെ മത്സരങ്ങൾ നമ്മൾ നോക്കണം. ആ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ പരിക്ക് കാരണം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ മെക്സിക്കോക്കെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു. അതിനുശേഷം USA-ക്കെതിരെ 2-0 വിജയമുണ്ടായി. പക്ഷേ അപ്പോഴും അവർ പ്രധാന സ്ട്രൈക്കറായിട്ട് PSG-യുടെ റാമോസിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഗോൺസാലോ റാമോസിനെ. പക്ഷേ അദ്ദേഹം അത്ര മികച്ചൊരു പ്രകടനമാണ് നടത്തിയതെന്ന് പറയാൻ പറ്റില്ല. സോ ഒരു പൊട്ടൻഷ്യൽ നമ്പർ 9 പൊസിഷൻ ക്രിസ്ത്യാനോ അല്ലാതെ മറ്റാരും, കാരണം 41 വയസ്സിൻ്റെ ക്രിസ്ത്യാനോ, അദ്ദേഹത്തിനെ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളത് വേൾഡ് കപ്പ് പോലൊരു ടൂർണമെൻറ്റിൽ എത്രത്തോളം നടക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും CR7 ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 41കാരനായിട്ടുള്ള താരത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ റാഫേൽ ലിയാവോയെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹവും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, മിസ്സിംഗ് ആയിരുന്നു. സോ അതൊരു പ്രശ്നമാണ്. അതൊഴികെ നമ്മൾ നോക്കുമ്പോൾ മറ്റെല്ലാ ഇടങ്ങളിലും മികച്ച താരങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നോക്കുക, ക്ലബ് ലെവലിലൊക്കെ തീപ്പൊരി കളി കളിക്കുന്ന താരങ്ങൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഫെർണാണ്ടസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവ, അതുപോലെ തന്നെ പാരീസ് സെൻ ജെർമൻ്റെ വിറ്റീഞ്ഞയും നെവസും മെൻഡസും, ബാഴ്സലോണയിൽ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൻസേലോ, അൽ നസറിന് വേണ്ടി കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ മികച്ചൊരു ടീമുണ്ട്, മികച്ചൊരു സ്ക്വാഡുണ്ട്. പിന്നെ വേണ്ടത് എന്താ? മികച്ചൊരു വിന്നിങ് ഫോർമുല, മികച്ചൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ടീമിൻ്റെ വീക്ക് ലിങ്ക് ആരെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലരെങ്കിലും തമാശയ്ക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്, അത് റോബർട്ടോ മാർട്ടിനസ് ആണെന്ന്. കോച്ചാണെന്ന്. ഇത്രയും നല്ല താരങ്ങളുണ്ടായിട്ട്
ഒരു കിരീടത്തിലേക്ക് ടീമിനെ വേൾഡ് കപ്പ് പോലുള്ള ഒരു കിരീടത്തിലേക്ക് നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം കോച്ചിൻ്റെ തന്നെ ആയിരിക്കുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. സോ പേപ്പറിൽ ഒരു സംശയവും വേണ്ട, ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ സ്ക്വാഡാണ്. ആ സ്ക്വാഡിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണം. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേൾഡ് കപ്പും കൊണ്ട് മടങ്ങാൻ പറ്റണം. അതിലേക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ ഒരു പ്രോബബിൾ 11 ആദ്യ മത്സരത്തിൽ അവർ DR കോങ്കോക്കെതിരെ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കാം. തീർച്ചയായിട്ടും ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റയെ പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിൽ ന്യൂനോ മെൻഡസും ജാവോ കൻസേലോയും ഇരുപാർശ്വങ്ങളിൽ വളരെ മികച്ച താരങ്ങളാണ്. FC ബാഴ്സലോണക്കും PSG ഒക്കെ ആയിട്ട് കളിക്കുന്ന താരങ്ങളാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അതവർ കളിക്കളത്തിൽ കാണിക്കുമെന്ന് വിചാരിക്കണം. സെൻട്രൽ ബാക്കുമാരായിട്ട് റൂബൻ ഡയസും ഗോൺസാലോ ഇനാസിയോയും. സോ വേൾഡ് ക്ലാസ് ഡിഫൻസ് അവർക്ക് ഒരുക്കാൻ പറ്റും എന്നർത്ഥം. മധ്യനിരയിലേക്ക് വരുമ്പോൾ ജാവോ നെവസും വിറ്റീഞ്ഞയുമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു PSG ഒത്തൊരുമ ഇവിടെയും ടീമിനെ സഹായിക്കാൻ വേണ്ടി പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ നിൽക്കുന്നത്. പിന്നെ നോക്കുക, മധ്യനിരയിൽ തന്നെ മുന്നേറ്റത്തെ സഹായിക്കാൻ CR7 ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ബെർണാഡോ സിൽവയുണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പെഡ്രോ നെറ്റോയുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ മികച്ച ഒരു ലൈനപ്പ് ഉണ്ട് എന്ന് പറയാം. ഗോൾ അടിക്കാൻ വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ട്. പിന്നെ റാഫേൽ ലിയാവോയെ പോലെ, അതുപോലെ തന്നെ കോൺസിസാവോയെ പോലെ, പിന്നെ തീർച്ചയായിട്ടും ഗോൺസാലോ റാമോസിനെ പോലെ ഉള്ള താരങ്ങൾ, ജാവോ ഫെലിക്സിനെ പോലെയുള്ള താരങ്ങളൊക്കെ ബെഞ്ചിലും ഉണ്ടാകും. അപ്പോൾ അവരുടെ ബെഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഗോൾ കീപ്പേഴ്സായിട്ട് ഹോസെ സായും റൂയി സിൽവയും കൂടി ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഡിഫൻസിലാണെങ്കിൽ ഡിയേഗോ ഡാലോട്ട്, റെനാറ്റോ വെയ്ഗ, മാത്യൂസ് ന്യൂനസ്, അന്റോണിയോ സിൽവ, ഇങ്ങനെയുള്ള താരങ്ങൾ ബെഞ്ചിലുണ്ടാവും. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ റൂബൻ നെവസ്, സാമു തുടങ്ങിയ താരങ്ങളുണ്ടാവും. മുന്നേറ്റത്തിലേക്കാണെങ്കിൽ റാഫേൽ ലിയാവോ, ഫ്രാൻസിസ്കോ കോൺസിസാവോ, ജാവോ ഫെലിക്സ്, ഫ്രാൻസിസ്കോ ട്രിങ്കാവോ, ഗോൺസാലോ റാമോസ്, എൻറിക്കെ അറൗഹോ, റാഫേൽ ലിയാവോ. സോ നോക്കണം നിങ്ങൾ, അതിശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി പോർച്ചുഗലിൻ്റെ കോച്ചിന് ചെയ്യാനുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോളുകളോട് അടുക്കുന്നു എന്നൊരു ആവേശം ആരാധകർക്കുണ്ട്. വേൾഡ് കപ്പിൽ എന്തായാലും 1000 ഗോളുകളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേൾഡ് കപ്പിൽ ഇന്ന് വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിച്ചിട്ടില്ല. അതിത്തവണ സംഭവിക്കണം എന്ന് മാത്രമല്ല, വേൾഡ് കപ്പിൻ്റെ ഫൈനലടക്കം പോയിട്ട് കിരീടത്തിലേക്ക് എത്തുകയും വേണം. അത്ര എളുപ്പമുള്ള രൂപത്തിലായിരിക്കില്ല കാര്യങ്ങൾ. ശരിയാണ്, ഗ്രൂപ്പ് സ്റ്റേജിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഗ്രൂപ്പ് സ്റ്റേജിൽ കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ഒരു പക്ഷേ അവർക്ക് വെല്ലുവിളി ഉയർത്തിയേക്കാം. പക്ഷേ കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ ടീമുകളോട് നിലവിലൊരു സാഹചര്യത്തിൽ പോർച്ചുഗൽ അനായാസം കടന്ന് മുന്നോട്ട് പോവേണ്ടതാണ്. അപ്പോൾ ഈ 48 ടീമുകളുള്ള പുതിയ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിൽ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, 2 ടീമുകൾ, ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ കടക്കും എന്നതു കൂടാതെ മൂന്നാമത്തൊരു ടീമും കടക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഫോർമാറ്റ് അങ്ങനെയാണ്. നമ്മൾ ആ ഫോർമാറ്റൊക്കെ വിശദീകരിച്ച് ഈ വീഡിയോ സീരീസിൽ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ നോക്കിയാൽ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമാവും. സോ അതും ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ മൂന്നാമത്തെ ടീം കൂടി കയറും എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗൽ മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16, അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. ഒരു 8 മത്സരങ്ങൾ കിരീടത്തിലേക്ക് എത്തണമെങ്കിൽ 8 മത്സരങ്ങൾ വിജയിക്കണം. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാലിടറാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ CR7 പോലുള്ളൊരു നായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹത്തിൻ്റെ മികവ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം കിടിലനൊരു ടീമും ഉണ്ടെന്ന കാര്യം കൂടി നോക്കുക. ഇത്തവണ പോർച്ചുഗൽ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. നിങ്ങൾക്കൊരു പക്ഷേ ഈ കാര്യത്തിലൊക്കെ, നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളിലും അതുപോലെ തന്നെ പ്രോബബിൾ ലൈനപ്പിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളൊക്കെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഏതായാലും ഫുട്ബോളിൻ്റെ ആവേശം, വേൾഡ് കപ്പിൻ്റെ ആവേശം നമുക്ക് അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. കൂടുതൽ വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.